സംസ്ഥാനത്ത് കൊടും വേനലാണ്. നമ്മൾ ആ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. വേനൽ വരവറിയിക്കും മുൻപ് തന്നെ തീച്ചൂളയായി മാറുകയാണ് കേരളം. മാർച്ച് മാസം തുടങ്ങുമ്പോൾ താപനില കുതിച്ചുയരുന്ന സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളത്. കഴിഞ്ഞ ആഴ്ചകളിൽ 39 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയായിരുന്നു താപനില കുതിച്ചുയരുമ്പോഴും ഹീറ്റ് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ആകെയുള്ളത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ മാത്രമാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന താപനിലയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയത്. ജനങ്ങളിങ്ങനെ ചുട്ടുപഴുക്കുമ്പോഴും ഇതിനെ നേരിടാനുള്ള ഒരു പദ്ധതിയും ഇവിടുത്തെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ഓട്ടോമേറ്റഡ് കാലാവസ്ഥാ മാപ്പിംഗിൽ നിന്ന് ലഭ്യമായ വിവരമനുസരിച്ച് തൃശൂർ അതിരപ്പള്ളിയിൽ 40.5 ഡിഗ്രിയും പത്തനംതിട്ടയിലെ കുന്നന്താനം, തിരുവല്ല, കണ്ണൂർ, ചെമ്പേരി എന്നിവിടങ്ങളിൽ 40 ഡിഗ്രിയോട് അടുത്തുമായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില ഇനിയും ഉയർന്നേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ചൂട് കൂടുമ്പോഴും സംസ്ഥാനത്ത് ഇതുവരെ ഹീറ്റ് ആക്ഷൻ പ്ലാൻ നടപ്പാക്കിയിട്ടില്ല. സാധാരണഗതിയിൽ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് ഹീറ്റ് ആക്ഷൻ പ്ലാൻ നടപ്പാക്കാറുള്ളത്. ഇത്തവണ ചൂട് നേരത്തെ കൂടിയിട്ടും കർമ്മ പദ്ധതികളിലേക്ക് സർക്കാർ കടന്നിട്ടില്ല. ചൂട് നിവാരണവുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ സമിതി നൽകിയ റിപ്പോർട്ട് ദിവസങ്ങളായി സർക്കാരിന്റെ പരിഗണനയിലാണ്. ഉടൻ ഹീറ്റ് ആക്ഷൻ പ്ലാൻ പ്രഖ്യാപിക്കുമെന്നും വകുപ്പ് തല യോഗങ്ങൾ പുരോഗമിക്കുകയാണെന്നുമാണ് അനൌദ്യോഗിക വിശദീകരണം. നാടും നഗരവും ചുട്ടുപഴുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. എന്നിട്ടും എന്തേ കൈകെട്ടി നോക്കി നിൽക്കുന്നു എന്നാണ് പൊതുജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എ.വി. ജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇങ്ങനെ താപനില കുതിച്ചുയരുമ്പോൾ സർക്കാർ ഇടപെടൽ വേണം, പരിഹാര മാർഗങ്ങൾ വേണം എന്നൊക്കെ പൊതുജനങ്ങൾ പറയുന്നുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. ചിലപ്പോൾ കൂടാനും സാധ്യതയുണ്ട്, കുറയാനും സാധ്യതയുണ്ട്. ഇനി മഴ ഉണ്ടെങ്കിൽ ചൂട് കുറയും. നമുക്ക് പറയാൻ പറ്റുമോ? ചെയ്യുമോ? നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവർ ചെയ്താൽ നമുക്ക് നല്ലതെന്ന് പറയാം, ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവർ ചെയ്യില്ലേ, നടക്കില്ല. ഇവർ കാണിക്കുന്നത് ശുദ്ധ അസംബന്ധം. ചൂട് കൂടും എന്ന് തോന്നുമ്പോഴത്തേക്ക് കാലാവസ്ഥാ നിരീക്ഷകർ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ പ്രതിരോധത്തിന് ആവശ്യമായിട്ട് നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടുന്നതാണ്. പിന്നെ പൊതുജനവും ഈ പറയുന്നതിൻ്റെ കൂട്ട് അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന തരത്തിൽ പെട്രോൾ കത്തിക്കുന്നതാണെന്നുണ്ടെങ്കിലും വേസ്റ്റ് കത്തിക്കുന്നതാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കേണ്ടുന്നതാണ്.